ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വചനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 36-37 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. മത്തായി 12:36-37. നമ്മുടെ നാവിൻ്റെ ഉപയോഗം കൊണ്ട് ചിലപ്പോൾ നല്ലപോലെ എത്ര സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന കുടുംബമായാൽ പോലും ചില സമയത്ത് ചിലരുടെ വാക്കുകൾ കൊണ്ട് ആ കുടുംബം തകർന്നു പോകും. പിന്നെ സ്നേഹബന്ധങ്ങൾ ഇല്ലാതായി പോകും. പലപ്പോഴും കാണുന്ന ഒരവസ്ഥയും എത്രമാത്രം പ്രാർത്ഥിക്കുന്ന കുടുംബമായാലും എത്രമാത്രം നല്ലപോലെ ജീവിക്കുന്ന കുടുംബമായാലും ചിലരുടെ ചിന്തകളില്ലാത്ത വാക്കുകൾ കൊണ്ടുള്ള ജൽപ്പനങ്ങൾ കൊണ്ട് ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ചിലപ്പോൾ വീട്ടിൽ പോലും കയറാൻ അവർക്ക് തയ്യാറല്ല. കാരണം അവരോട് പറഞ്ഞു, അവരെന്നോട് അത് പറഞ്ഞില്ലേ, ഞാൻ ഇനി അത് മേലിൽ കയറില്ല എന്നുള്ള ഒരു ചിന്തകളെ കൊണ്ടുകൂടി ജീവിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ തിരുവചനങ്ങൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ വാക്ക് അതെ അതെ, അല്ല എങ്കിൽ അല്ല അല്ല എന്ന് ആയിരിക്കട്ടെ. ഇതിനപ്പുറത്തേക്കുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നമ്മുടെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേറൊരാളുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ളവർ പുറകെ നിൽപ്പുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ വാൺ ചെയ്തത്, നിങ്ങളുടെ വാക്കിൽ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ മാത്രമായിരിക്കട്ടെ, വേറൊന്നും നിങ്ങൾ പറയാൻ പോകണ്ട. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ എടുത്തു വായിക്കാം. വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കർത്താവ് ചോദിക്കുക, എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകള്, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. വായിൽ നിന്ന് വരുന്നതാണ് ഒരുത്തനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കർത്താവ് പറയുകയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കും, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കും. നിങ്ങൾക്ക് തോന്നുന്നത് ചുമ്മാ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ പിശാച് നമ്മളെ അത് വെച്ചുകൊണ്ട് ഉപയോഗിക്കുമെന്നാണ് കർത്താവ് വാൺ ചെയ്യുന്നത്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയമായിട്ടുള്ള ചൈതന്യം പ്രദാനം ചെയ്തതിനായി അവരുടെ ഉന്നതിക്ക് ഉതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ എന്നാണ് പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക. തിമോത്തിക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന് 16-ാമത്തെ തിരുവചനം പറയുകയാണ്, ലൗകികമായ വ്യർത്ഥ ഭാഷണം നിങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. നിങ്ങൾക്ക് തോന്നുന്നു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ മുഴുവൻ ബാധിക്കുമെന്നാണ് പൗലോസ് പറയുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ ദൈവഭക്തനാണെന്ന് ഒരു വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ചുമ്മാ വെറുതെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവഭക്തനല്ല എന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുക. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം വീണ്ടും പറയുന്നു, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ അവന് കഴിയും. ഒരുവന്റെ നാവിനെ നിയന്ത്രിക്കാൻ അവന് കഴിയുമെങ്കിൽ അവൻ പൂർണ്ണമായി അവനെ നിയന്ത്രിക്കാൻ കഴിയും. ചില സമയത്ത് ചിലപ്പോൾ നമ്മുടെ വായിൽ വെള്ളം ഒഴിച്ചിട്ട് നിൽക്കേണ്ടി വരും. ചിലരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ തിരിച്ചു പറയാൻ തോന്നുമ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊന്ന് നിയന്ത്രിക്കാനും കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാവിന് പൂട്ടിട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണനാണ്. നമ്മൾ ഈ ലോകത്തെ മുഴുവനും കീഴടക്കിയവന് തുല്യനാണ് നമ്മുടെ നാവിനെ നമുക്ക് കീഴടക്കാൻ നമുക്ക് പറ്റിയ. യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ പറയുകയാണ്, നാവ് വളരെ ചെറിയ ഒരു അവയവമാണ്, എങ്കിലും അത് വമ്പ് പറയും. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കും. നമ്മുടെ നാവിനെ നമ്മൾ ശുദ്ധമായി സൂക്ഷിച്ചാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം, നമ്മുടെ സ്വഭാവം എല്ലാം ശുദ്ധമായി മാറുമെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുക.
യാക്കോബിന്റെ ലേഖനത്തിൽ മുഴുവൻ 3-ാമത്തെ അധ്യായം മുഴുവനും നാവിനെ കുറിച്ച് പറയും. 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം പറയുകയാണ്, എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല, അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണം. ദൈവത്തിന്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കുന്നവനേക്കാളും വലിയവനായിരിക്കുമാണ്. എത്ര വലിയ ശക്തി ഉണ്ടെങ്കിൽ പോലും നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് അതിലധികമായ ശക്തി ഉണ്ടെന്നാ പറയുന്നത്. യാക്കോബിന്റെ ലേഖനത്തില് 4-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയുന്നു, സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. സഹോദരന് എതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയുമാണ് ചെയ്യുന്നത്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങൾ നമ്മൾ പറയുകയാണ്, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ നിങ്ങൾ അവരെ അനുഗ്രഹിക്കുവിൻ. എളുപ്പമാണ് തിന്മയ്ക്ക് തിന്മ കൊടുക്കാനും നിന്ദനത്തിന് നിന്ദനം കൊടുക്കാനും എളുപ്പമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചങ്ങ് പറയാനുള്ളൂ. എന്ത് എളുപ്പമാണെന്നറിയാം. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്നും താൻ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അതാണ് പറയുന്നത്. നല്ല ദിവസങ്ങൾ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ തിന്മയിൽ നിന്ന് തങ്ങൾ തന്റെ നാവിനെയും വ്യാജം പറയുന്നത് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ എന്ന്. മൗനം വിദ്വാനം പോഷണം എന്ന് പണ്ട് കാരണന്മാര് പറയാറില്ലേ? ചിലപ്പോഴൊക്കെ വളരെ സത്യമാണ്. മൗനവും വിദ്വാനും പോഷണം പണ്ടേ നമ്മുടെ മുതിർന്നവർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ മൗനം വലിയൊരു ആയുധം കൂടിയാണ്. അത് നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റി നമുക്ക് അതൊന്നും മിണ്ടാതെ പോയി കഴിഞ്ഞാൽ ഈ വായിൽ നിന്ന് വഴുന്ന വാക്കുകളും എറിഞ്ഞ കല്ലുകളും തൊടുത്തുവിട്ട അസ്ത്രവും നമുക്ക് പിടിക്കാൻ കിട്ടില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് പിന്നെ തിരുത്താൻ പറ്റത്തില്ല. പലത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലര് വീട്ടിൽ പറഞ്ഞുകൊണ്ട് അവൻ എന്നോട് അത് പറഞ്ഞു എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എന്നോട് അവൻ അത് പറഞ്ഞു, എന്നോട് അത് പറയാൻ പാടുമായിരുന്നു അവന് എന്ന് പറഞ്ഞു കരയുന്നതും നിലവിളിക്കുന്നതുമായിട്ട് ഒത്തിരിയേറെ കുടുംബാംഗങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒന്നും മൗനം പാലിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരും. വിനോദാർത്ഥം ചിലപ്പോൾ നേരം പോക്കിന് ചർച്ചയ്ക്കെടുക്കുന്ന നമ്മുടെ ഉല്ലാസവേളകളിലെ വിഷയങ്ങളിൽ വ്യക്തി സ്വഭാവത്തിന്റെ ഭിന്നതകളും യോജിച്ചു വെച്ച വ്യർത്ഥ സ്വഭാവങ്ങളും വ്യർത്ഥങ്ങളുമായ ജൽപ്പനങ്ങളും അപരന്റെ നന്മയെ താറടിച്ചു കാണിക്കുന്ന ഈ ജൽപ്പനങ്ങളുമൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ചുമ്മാ ഒന്ന് കൂടുമ്പോൾ 1-2 വാക്കുകൾ പറഞ്ഞതിന് ഒരു മോശം. മറ്റാരെങ്കിലും കുറിച്ച് 2 വാക്ക് പറഞ്ഞതിൽ എന്ത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും, ഉല്ലാസത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും. വേറെ ആരെങ്കിലും കുറിച്ച് 2 വാക്ക് മോശമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തോ സന്തോഷം കിട്ടുന്ന പോലെയാണ്. അവരുടെ നല്ല ജീവിതത്തെ മറ്റു മനുഷ്യർ ഏതെങ്കിലും കൂട്ടത്തിലിരിക്കുന്ന ആള് ആ വ്യക്തിയെ നല്ലതുപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെന്ന് പോലും അറിയാതെ നമ്മൾ കൂട്ടത്തിലിരുന്ന് ആ വ്യക്തിയെ കുറിച്ച് മോശമായി സംസാരിക്കുകയും അയാളുടെ സൽപ്പേരിന് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ നമുക്കാവുന്ന രീതിയിൽ വ്യർത്ഥഭാഷകൾ കൊടുക്കുക. എന്താ സംഭവിക്കുന്നത് എന്ന് പോലും നമ്മൾ അറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ പോലും നമ്മൾ അവരെ കുറിച്ച് 2 വാക്ക് മോശമായിട്ട് പറയും. ചിലപ്പോൾ പണ്ട് കാലത്ത് ഞങ്ങൾ പറയാറുണ്ട്, 3 പേര് ഇരിക്കുമ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ച് 3 പേരോട് ഒന്നിച്ച് പോവുകയുള്ളൂ. കാരണം ഒരാൾ എഴുന്നേറ്റ് പോയ ബാക്കിയുള്ളവർ 2 പേരും കൂടി ഇവന്റെ കുറ്റങ്ങളെ പറയത്തുള്ളൂ എന്ന്. പലപ്പോഴും നമ്മുടെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം, കണ്ടതും കേട്ടതും കരുതി വെച്ചതും പുറത്തു ചാടാൻ വെമ്പൽ കൊണ്ടുവരിക്കുന്നതുമായ വൈരാഗ്യവും അസൂയയും വിരോധവും എല്ലാം നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് അതിങ്ങനെ പള്ളി മാറ്റി വാക്കുകളായിട്ട് ചിലപ്പോൾ ഇങ്ങ് പുറത്തു വരും. അത് ചിലപ്പോൾ അപവാദവും കുറ്റങ്ങളും പരദൂഷങ്ങളുമായിട്ട് മാറുകയും കരുതലിന്റെ കടിഞ്ഞാൻ കൈവിട്ട മനസ്സ് അപകട മേഖലയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാതെ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാതെ, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാതെ നമ്മൾ വെറുതെ ജൽപ്പനങ്ങൾ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപകടകരമായ പാതയിലൂടെയാണ് നടന്നു പോകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. തനിക്ക് ചുമതലപ്പെടുത്താത്ത കാര്യങ്ങൾ തലയിട്ട് എല്ലാത്തിനും അഭിപ്രായം പറയണമെന്നുള്ള അത് ചെയ്യാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത പലരെയും നമ്മൾ കൂട്ടുകാരന്മാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ പാഷാണത്തിലെ കൃമികളെ പോലെ എന്നൊക്കെ ചിലർ പറയും. നമുക്ക് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ ഒരു ബഹിഷ്സ്ഫുരണമാണത്. നമുക്ക് പലപ്പോഴും പലരിലും
തലയിട്ട് നടത്തണം. എല്ലാം ഒന്ന് മാന്തി എടുത്താലേ എന്തായാലും ഒന്ന് ചൊറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒരു സ്വഭാവം ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പലരുമുണ്ട്, തമാശനാണെങ്കിൽ പോലും. സങ്കീർത്തനത്തിൽ 5-ാം അധ്യായം 9-ാമത്തെ തിരുവചനം പറയുകയാണ്, അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു എന്ന്. സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ സങ്കീർത്തനത്തില് 7-ാമത്തെ തിരുവചനം വീണ്ടും നാവിനെ കുറിച്ച് പറയുകയാണ്, അവരുടെ വാ ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവന്റെ നാവിനടിയില് ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു എന്ന് സങ്കീർത്തനം പറയുക. സങ്കീർത്തനത്തിലെ 12-ാമത്തെ സങ്കീർത്തനത്തിലെ വീണ്ടും 2 മുതൽ 4 വരെയുള്ള തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ, അവരുടെ അധരങ്ങളില് മുഖസ്തുതിയും ഹൃദയത്തിൽ കാപഠ്യവുമാണ്. മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ. സങ്കീർത്തനം 15-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അവിടുത്തെ വിശുദ്ധിഗിരിയിൽ ആര് വിശ്രമിക്കുമെന്ന് ചോദ്യത്തിന് ഉത്തരമായിട്ട് സങ്കീർത്തനം പറയുകയാണ്, നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരായി അപവാദം പരത്തുകയോ ചെയ്യാത്തവനാണ് കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കുക. കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ അധരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കണം. സുഭാഷിതന്റെ പുസ്തകം 10-ാം അധ്യായം 20-ാമത്തെ തിരുവചനം മുതൽ പറയുകയാണ്, നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്, ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതുമാണ്. നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു, മൂഢൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു. സുഭാഷിതം 10:20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. സുഭാഷിതന്റെ പുസ്തകത്തിന് വീണ്ടും 15-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം പറയുകയാണ്, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു, വിഡ്ഢിയുടെ അധരങ്ങള് മോഷണം വർദ്ധിപ്പിക്കുന്നു. സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്, വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു എന്ന്. സുഭാഷിതം 15-ാമത്തെ അധ്യായത്തില് 28-ഉം 29-ഉം തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു, ദുഷ്ടരുടെ അധരങ്ങൾ ദുഷ്ടത വമിക്കുന്നു. കർത്താവ് ദുഷ്ടനിൽ നിന്ന് അകന്നിരിക്കുന്നു. കാരണം എന്താ? കാരണം അവന്റെ നാവിനെ അവന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നീതിമാന്മാരുടെ പ്രാർത്ഥന കർത്താവ് ചൊവ്വിക്കൊള്ളുന്നു. കാരണം നാവിനെ നിയന്ത്രിക്കുന്ന, ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയെ കർത്താവ് കേൾക്കുകയുള്ളൂ എന്നാണ് സുഭാഷിതത്തിൽ പറയുക. സുഭാഷിതങ്ങളിൽ 17-ാമത്തെ അധ്യായത്തില് 27-ഉം 28-ഉം വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു, വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്, പ്രശാന്തമായ മനസ്സുള്ളവർ ബുദ്ധിമാനത്രേ, മൗനം ഭജിക്കുന്ന മൂഢൻ പോലും ജ്ഞാനിയാണെന്ന് കരുതപ്പെടുന്നു, അവൻ വാ പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനാണെന്ന് ഗണിക്കപ്പെടുന്നു എന്ന്. നമ്മുടെ അധരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ശക്തമായ, നമ്മൾ വിഡ്ഢിയാണെങ്കിൽ പോലും വാ അടച്ചിരുന്നു കഴിഞ്ഞാൽ മനോഹരം ബുദ്ധിമാനാണെന്ന് മറ്റുള്ളവർ കരുതിക്കൊള്ളുമെന്നാണ് സുഭാഷിതങ്ങൾ പറയുക. സുഭാഷിതം 20:19 പറയുന്നു, ഏഷണിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു, ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗം പോലും അരുത് എന്ന്. സുഭാഷിതത്തില് 21-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം പറയുകയാണ്, കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്നു, നീ അറിയുന്നില്ല, അത് മരണത്തിന്റെ കെണിയാണ് എന്ന്. പ്രഭാഷകന്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നാവിനെ കുറിച്ചാണ് പറയുക. അവിടെ 6-ാമത്തെ തിരുവചനം പറയുന്നു, വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, കേൾക്കുന്നതെല്ലാം ചുമ്മാ പറഞ്ഞു നടക്കരുത്. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത് എന്ന പ്രഭാഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുക.